എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഇന്ന് പറയുന്നത് സർവബന്ധനങ്ങളും തീരാനുള്ള ഒരു മഹാപ്രയോഗം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും ഒന്നാമത്തെ പ്രശ്നം തന്നെ എന്തിനിറങ്ങിയാലും തടസ്സങ്ങൾ നേരിടേണ്ടി വരിക. ഇപ്പൊ ജോലി കാര്യങ്ങൾക്ക് പോയാൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തന്നെ വിവാഹ തടസ്സം, ശത്രുക്കളെ കൊണ്ടുള്ള തടസ്സം, ഇതേപോലെ തന്നെ നമ്മൾ എന്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ മുടക്കുകൾ. ഇപ്പൊ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാന്ന് വിചാരിച്ചാൽ അവിടെ തടസ്സം, ഇനി പൈസ ഉണ്ട് വീട് ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ അവിടെയും തടസ്സം. എന്തിനിറങ്ങിയാലും വളരെയധികം സമയം ചിറ്റിലായിട്ട് വന്നിട്ടും, അതുപോലെ തന്നെ ഒരു സ്ഥലത്തേക്ക് ഒരു പ്രാവശ്യം പോകേണ്ടടുത്ത് ഒരു 3-4 തവണ പോവേണ്ടി വരുന്ന ഒരവസ്ഥ. ഇതുപോലെ തന്നെ പല തരത്തിലും നമുക്ക് പല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും എന്തിനിറങ്ങിയാലും മുടക്കുകളെ കൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഒരുപാട് പ്രതിസന്ധികളും തീരാനുള്ള അമൂല്യമായിട്ടുള്ള ഒരു ബന്ധനം തീർക്കലാണ്. തടസ്സം തീർന്നാൽ തന്നെ നമുക്ക് എന്തിനും സുഖമായിട്ട് കാര്യങ്ങൾ നിവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്തൊക്കെ തടസ്സങ്ങളാണ്? കർമ്മപരമായിട്ട്, ധനപരമായിട്ട്, ദമ്പതിപരമായിട്ട്, ദാമ്പത്യപരമായിട്ട്, ഗ്രഹപരമായിട്ട്, സമ്പത്തിനോട് ബന്ധപ്പെട്ട് എന്തിലൊക്കെ ഉണ്ടോ, എന്താണോ നിങ്ങളുടെ തടസ്സത്തിന്റെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ഈ കാര്യം ചെയ്യാൻ. ഈ തടസ്സം പലർക്കും എല്ലാ തടസ്സം തീരണേ എന്നല്ലാതെ നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലാണ് നമ്മുടെ ദോഷങ്ങളെ കൊണ്ടോ, കരിങ്കണ്ണിനെ കൊണ്ടോ, പ്രാർത്ഥനാ ദോഷങ്ങളെ കൊണ്ടോ, മറ്റുള്ള എന്തെങ്കിലും പൈശാചികതകളെ കൊണ്ടോ വന്നു ചേരുന്ന തടസ്സങ്ങൾ പലർക്കും പലതരമാണ്, പല വിധമാണ്, പല തരത്തിലാണ് ഇത് എഫക്റ്റ് ഉണ്ടാവുക. ഏത് തരത്തിലാണ് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ രീതി അല്ലെങ്കിൽ ആ വിഷയത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ഈ ബന്ധന തീർക്കുന്ന ക്രിയ നിങ്ങൾ ചെയ്യാൻ. ഇതിന് വേണ്ടത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഭക്തിപൂർവം നല്ല ആത്മാർത്ഥമായിട്ട് വേണം ഇത് ചെയ്യാനും. ഇതിന് വേണ്ടത് ഒരു നിലവിളക്ക് എടുത്ത് വെക്കുക. അതിൻ്റെ മുന്നിൽ നമ്മൾ എന്താണ് വേണ്ടത്? ഒരു നാളികേരം നമ്മൾ എടുത്തിട്ട് ആ നാരൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു നാക്കലയിൽ വെച്ചിട്ട് ഒരു നാളികേരം വെക്കുക. ഈ നാളികേരം വെച്ചതിന് ശേഷം അത് കണ്ണ് ഭാഗം, തോളയുള്ള ഭാഗം അടിയിലേക്കായിട്ടാണ് വെക്കേണ്ടത്. വൈകുന്നേരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ചെയ്യുക. രാവിലെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ചെയ്യുക. അപ്പൊ നിലവിളക്കിന്റെ മുന്നിൽ നാളികേരം ഒരു വാഴ ഇലയിൽ, തൂശനയില, നാക്കില എന്നൊക്കെ പറയുന്ന ഇലയിൽ വെച്ചതിന് ശേഷം നമ്മൾ എന്താണ്, അതിന്റെ മുന്നിൽ നല്ല ചന്ദനപ്പടി കൂട്ടിയിരുന്ന് വല്ല പലകയിലോ അല്ലെങ്കിൽ പായലോ ഒക്കെ ഇരിക്കുക. ഇത് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ചന്ദനപ്പടി കൂട്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ധർമ്മദേവതകളെയും അതുപോലെ തന്നെ ഗുരുക്കന്മാരെയും ഋഷീശ്വരന്മാരെയും അതുപോലെ തന്നെ വിഘ്നേശ്വരനെയൊക്കെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഈ ചെയ്യുന്ന കർമ്മത്തിന് പരിപൂർണമായിട്ട് ഫലമുണ്ടാവണേന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ്, ആദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിലവിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ തെച്ചിപ്പൂവ് വേണം, പിന്നെ കുങ്കുമം വേണം, ഇല്ലെങ്കിൽ ഗുരുതി, മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും കൂടി കലക്കിയിട്ടുള്ള ഗുരുതി വേണം, പിന്നെ അല്ലെങ്കിൽ കുങ്കുമം. ഈ കുങ്കുമത്തിൽ നമ്മൾ തെച്ചിപ്പൂവിൻ്റെ നടുക്കിലൊരു നാരുണ്ട്. ഈ നാര് കളഞ്ഞിട്ട് വേണം ഒന്നെങ്കിൽ ഗുരുതിയിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ കുങ്കുമത്തിൽ മുക്കിയിട്ടോ ഈ നാളികേരത്തിൻ്റെ മേലേക്ക് ഈ മന്ത്രം ജപിച്ചിട്ട് ഇടാൻ. ചെയ്യുന്നതിനേക്കാൾ മുമ്പ് സർവ്വബന്ധനങ്ങളും തീരാൻ വേണ്ടിയിട്ടുള്ള ബന്ദി ദേവിയുടെ മന്ത്രമാണ്. ഈ ബന്ദി ദേവിയുടെ മന്ത്രം എന്ന് വെച്ചാൽ സർവ്വ കാര്യങ്ങൾക്കും വിഘ്നങ്ങളും തടസ്സങ്ങളൊക്കെ ഉള്ളതിനെ മാറ്റാൻ വേണ്ടിയിട്ട്, ബന്ധനങ്ങൾ തീർത്ത് നേർവഴിക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദേവചൈതന്യത്തിനെയാണ് നമ്മൾ ബന്ദി ദേവി എന്ന് പറയുന്നത്. ഈ ബന്ദി ദേവിയുടെ ഈ മന്ത്രം കണ്ടെത്തിയ ഋഷീശ്വരനെ ഒന്ന് നല്ലതുപോലെ മനസ്സുകൊണ്ട് സ്മരിക്കുക. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഭൈരവ ഋഷി, തൃഷ്ടുപ് ചന്ത, ബന്ദി ദേവത എന്നുള്ള ആ ഒരു ഇത് ചൊല്ലിയതിന് ശേഷം ഈ മന്ത്രത്തിന്റെ ഋഷീശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക. ഈ ദേവിയുടെ മന്ത്രം ഞങ്ങൾ ജപിക്കാൻ പോവുകയാണ്. ഭഗവാനെ ഋഷീശ്വര, സർവ്വബന്ധനങ്ങളെല്ലാം തീർത്ത് അനുഗ്രഹിക്കാനുള്ള ശക്തിയും ചൈതന്യമൊക്കെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു തെച്ചിപ്പൂവ് നാര് കളഞ്ഞത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഗുരുതിയിലോ കുങ്കുമത്തിലോ മുക്കിക്കൊണ്ട് കയ്യിൽ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഓം ഹിലി ഹിലി ബന്ദി ദേവിയേ നമ എന്ന് ജപിക്കുക. എന്നിട്ട് നമ്മുടെ കർമ്മബന്ധനങ്ങളെല്ലാം തീരണേ, അല്ലെങ്കിൽ ധനബന്ധനം തീരണേ, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് തീരേണ്ട ബന്ധനം, മംഗല്യ ബന്ധനം തീരണേ, അല്ലെങ്കിൽ തൊഴിൽ ബന്ധനം തീരണേ, അല്ലെ
അങ്ങനെ കുടുംബപരമായിട്ടുള്ള എന്ത് ബന്ധനമാണ്, വിദ്യാബന്ധനം, തൊഴിൽ ബന്ധനം, എന്താണ് വേണ്ടെങ്കിൽ തീരണേന്ന് പ്രാർത്ഥിച്ചിട്ട് ആ നാളികേരത്തിന്റെ മേലേക്കിടുക. അപ്പോൾ ഇതിന്റെ മേലേക്ക് ഇടുന്നതിനേക്കാൾ മുമ്പ് ഈ നാളികേരത്തിന്റെ മേലെ നമ്മൾ 5 തിരി കത്തിച്ച് വെക്കണം. ഈ 5 തിരി കത്തിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ മന്ത്രം ജപിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇടേണ്ടത്. ഇപ്പോൾ നാളികേരത്തിന് നിലവിളക്കിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടല്ലോ, അതിലാണ് നമ്മൾ 5 തിരി കത്തിച്ച് വെക്കണം. ഈ കത്തിച്ച് വെച്ചിട്ട് നമ്മളിത് ചെയ്ത് തീരുന്നേക്കാൾ മുമ്പ് തിരി കെട്ടുപോയി എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. നമ്മൾ തുടക്കത്തിലാണ് ആ തിരി കത്തിക്കൊണ്ടിരിക്കേണ്ടത്. അതിൻ്റെ ഇതിലാണ് നമ്മൾ കുങ്കുമത്തിലോ ഗുരുതിയിലോ മുക്കിയിട്ട് തെച്ചിപ്പൂവ് കയ്യിൽ പിടിക്കുക. കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത്. മന്ത്രം ജപിക്കുമ്പോൾ ഓം ഹിലി ഹിലി ബന്ദി ദേവിയെ നമ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് വേണം, എൻ്റെ കർമ്മപരമായ ദോഷങ്ങളും ബന്ധനങ്ങളെല്ലാം തീർത്തു തരണം ഭഗവതി ദേവി എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇടുക. വീണ്ടും നമ്മളൊരു എടുക്കുക, ഗുരുതിയിലോ കുങ്കുമത്തിലോ മുക്കുക, ഓം ഹിലി ഹിലി ബന്ദി ദേവിയെ നമ എന്ന് പ്രാർത്ഥിച്ച് വീണ്ടും നമ്മൾ ജപിച്ചതിന് ശേഷം ആ നാളികേരത്തിൻ്റെ തിരി കത്തിയതിൻ്റെ മേലേക്കിടുക. അങ്ങനെ ഇട്ടിട്ട് 108 തവണ ജപിച്ചു കഴിഞ്ഞാൽ ബാക്കി പുഷ്പങ്ങളുണ്ടെങ്കിൽ എല്ലാ ബന്ധനങ്ങളും തീരണമെന്ന് പ്രാർത്ഥിച്ച് ഒഴിഞ്ഞിട്ട് അതിലേക്കിടുക. ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് വേണം, ഇതെടുത്തിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഒരു കല്ലിൻ്റെ മേലേക്ക് എറിഞ്ഞുടയ്ക്കാം, ഇല്ലെങ്കിൽ വെട്ടുകത്തി കൊണ്ട് വെട്ടി ഉടയ്ക്കാം. ഉടച്ചതിന് ശേഷം നമ്മളത് കളയാണ് വേണ്ടത്. ഒന്നെങ്കിൽ വീടിൻ്റെ വടക്ക് ഭാഗത്തേക്ക് കളയാം, ഇല്ലെങ്കിൽ നമുക്ക് ഒഴുക്കുള്ള വെള്ളത്തിലേക്കോ പുറമേക്കോ കളയാം. ഇതിന് ശേഷം എന്താണ്, നമ്മൾ കയ്യും കാലും കഴുകി വന്നതിന് ശേഷം ഓം നമഃശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും 108 തവണ വീതം ജപിക്കണം. ഈ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഈ തടസ്സങ്ങൾ തീരാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ദോഷങ്ങൾ മാറാനും നമ്മളിപ്പോൾ ചെയ്ത കർമ്മത്തിൻ്റെ ദോഷങ്ങൾ മാറി അനുഗ്രഹമായി വരാനും ഈ മന്ത്രോ ഉച്ചാരണത്തിലോ പ്രവർത്തനത്തിലോ പ്രവൃത്തിയിലൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനുഗ്രഹമായിട്ട് വരാനും വേണ്ടിയിട്ടാണ് ഈ നമഃശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും ജപിക്കണത്. അത് 108 തവണ വീതം ജപിക്കണം. അത് കഴിഞ്ഞാലാണ് ഇത് ഈ അന്നത്തെ ബന്ധനം തീർത്തത് നമുക്ക് പൂർണ്ണമാവുള്ളൂ. ഇത് നമ്മൾ ഒരു 7 തവണ ആയിട്ട് ചെയ്യാൻ പറ്റും. ചെയ്യണമാണ് ഏറ്റവും നല്ലത്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങൾ ചെയ്യുന്നത് ഇത് വളരെ ഫലവത്താണ്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് 7 ആഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വിവാഹമാണെങ്കിലോ അല്ലെങ്കിൽ ജോലി കിട്ടാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടില്ല, അല്ലെങ്കിൽ വീടിന് പാസ്സായിട്ടില്ല, വീടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയിട്ടോ നമുക്ക് എന്തൊക്കെ കാര്യത്തിന് നമുക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ, പറമ്പ് വിൽക്കാണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് തടസ്സങ്ങളുണ്ടോ, എന്തൊക്കെ തടസ്സങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടോ ആ നേരിടുന്ന കാര്യത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് 7 ദിവസമായിട്ടോ 7 ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് പരിപൂർണമായിട്ടുള്ള കെട്ടുമുട്ട് മാട്ടുമാരണ ദോഷ ദുരിത ബാധ ബന്ധനങ്ങൾ തീർന്ന് നമുക്ക് സർവ്വ ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും ഒക്കെ ഉണ്ടാവാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മുഖേന നിങ്ങൾ മാത്രമേ നമുക്കിതിന് പ്രതിവിധിയോ മറുപടിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. കാരണം വിളിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിൽ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം അത്രയധികം ആളുകൾ വിളിക്കുന്നത് കൊണ്ടും ഓരോ പരിഹാരങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടോ മരുന്നിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മളെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് ഞാൻ തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയമായതുകൊണ്ടും നമുക്ക് നമ്മുടേതായ വർക്കിംഗ് ടൈമും ഫുൾ ടൈം കോൾ എടുത്താലും തീരാത്തത്രയുള്ള കോളുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വാട്സപ്പ് മുഖേന നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സംശയങ്ങൾക്കും മറുപടി തരും. ഈ തരുന്നത് നിങ്ങൾ ഹായ് ഹായ് എന്ന് മാത്രം അയച്ചിട്ടുണ്ടെന്നും നമ്മൾ ഹായ് റിപ്ലൈ തരികയല്ല. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾ വോയിസ് ആയിട്ട് നിങ്ങൾ പറയുക. കുറേ ആളുകൾ കാണാൻ 2 പേജൊക്കെ ടൈപ്പ് ചെയ്തിട്ട് വരും. അതൊക്കെ നമുക്ക് നോക്കിയിരുന്ന് വായിക്കുക തന്നെ വേണ്ടി വരും. പക്ഷേ നമുക്കൊരു വോയിസ് കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തും നമുക്ക് ഇയർഫോൺ മുഖേന ഒക്കെ അത് വെച്ച് കേട്ട് നമുക്കതിന് വേണ്ടി പ്രതിവിധികൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. കാരണം 1-2 ആളിൽ കൂടുതൽ അല്ലെങ്കിൽ 10-100 ആളിൽ കൂടുതൽ ഒരുമിച്ച് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും നമുക്കത് എടുക്കാനും കൈകാര്യം ചെയ്യാനും പറ്റാത്തത് ഇപ്പം എൻ്റെ ഒരു അവസ്ഥ ഇപ്പം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഇപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.